ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് കുവൈത്തിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ നിൽക്കും. ഓക്കെ, കുവൈത്തിൽ ഒരു ഫുഡ് ഡെലിവറി കമ്പനിയിലേക്ക് ഇന്ത്യൻ ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട്. ഇന്ത്യയിലുള്ള നമ്മുടെ ലൈസൻസ് ഉള്ള ആളുകളെ അവർക്ക് ആവശ്യമുണ്ട്. 22 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ള ആളുകൾക്കാണ് ഈ ജോലിയിൽ അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 22 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായപരിധിയുള്ള ആൾ, അതും മിനിമം 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകളും മാത്രമേ ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ആൾക്കാർ വെറുതെ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ 150 KD, കുവൈത്തിൻ്റെ 150 KD ദിനാറാണ്, കുവൈത്ത് ദിനാറാണ് സാലറി ആയിട്ട് കമ്പനി ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പ്ലസ് കമ്മീഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ 12 മണിക്കൂറാണ് ഡ്യൂട്ടി ഉള്ളത്. 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്. ഒരു മാസത്തിൽ 2 ലീവുണ്ട്. ഓക്കെ, 28 ദിവസം ഡ്യൂട്ടി, 2 ദിവസം ലീവ്. അക്കോമഡേഷൻ ഉണ്ട്, റൂമുണ്ട്, ഫുഡ് അലവൻസ് ഇല്ല. അത് നിങ്ങൾ ഡ്യൂട്ടി സമയത്ത് ഓട്ടായതുകൊണ്ട് കമ്പനി അത് അലവൻസ് കൊടുക്കില്ല. ബാക്കി നിങ്ങളെ മെഡിക്കൽ അവിടെ നിന്നുള്ള കുവൈത്തിൽ നിന്നുള്ള നിങ്ങളെ ഹെൽത്തിനുള്ള മെഡിക്കൽ കാര്യങ്ങളെല്ലാം കമ്പനി എടുത്തുതരും. ഓക്കെ, മെഡിക്കലെല്ലാം. അപ്പോൾ ഈ വിസക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ലൊരു CV ഉണ്ടാക്കുക. ഓക്കെ, നല്ലൊരു CV ഉണ്ടാക്കുക. നിങ്ങൾ ഡ്രൈവറാണ് എന്നുള്ള സബ്ജക്റ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറിൽ മാത്രം വെച്ചിട്ട് ഒരു CV ഉണ്ടാക്കുക. ആ CVയിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട്, പാസ്പോർട്ടിൻ്റെ ബാക്ക് സൈഡ്, അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിൻ്റെ കൂടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, പിന്നെ വേറെ എന്തെങ്കിലും കമ്പനിയിലെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അതിൽ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, വലിച്ചു കൂട്ടി വാരി കുറേ എഴുതണ്ട. ഏത് ഡീറ്റെയിൽസിൽ കുറേ എക്സ്പീരിയൻസ് എഴുതണ്ട. ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. ഡ്രൈവറായിട്ടുള്ളത് മാത്രം എഴുതിയാൽ മതി. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് ഒറ്റ PDF ഫയലാക്കിയിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മൈസെൽഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ, നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് ഈ ജോലിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് ആ വീഡിയോ തന്നെ കണ്ടിന്യൂ ആയിട്ട് വണ്ടിയിൽ കയറുന്നതും വണ്ടി ഓടിക്കുന്നതും ആയിട്ടുള്ളൊരു വീഡിയോ, അതും കൂടി ഇതിൻ്റെ കൂടെ അയച്ചു തരാം. ഈ 2 ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആയാൽ മാത്രമേ ഫസ്റ്റ് പ്രോസസ്സ് നടക്കൂ. എനിക്ക് മെസ്സേജ് വാട്സാപ്പിൽ കുറേ മെസ്സേജും നിങ്ങളെ പ്രാരാബ്ദവും അല്ലെങ്കിൽ നിങ്ങൾ കഥയൊന്നും പറയണ്ട. എല്ലാവർക്കും പ്രാരാബ്ദവും പ്രശ്നമെല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരാൾക്കല്ലേ മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളെപ്പോലെ 10,000 ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരേ സമയം പരിഗണിക്കുക എന്ന് പറയുന്നത് നടക്കില്ല. അപ്പോൾ ആവശ്യമുള്ള കാര്യം മാത്രം നിലവിൽ എന്താ പറയുക, ഡോക്യുമെൻറ്റ്സ് സെറ്റാക്കിയിട്ട് അതിനൊക്കെ അയച്ചു തരാം വാട്സാപ്പിൽ. ജസ്റ്റ് 2 കാര്യം. ഒന്ന് നിങ്ങളെ ഫയൽ ഡോക്യുമെൻറ്റ്സ്, ഓക്കെ, നിങ്ങളെ CV എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് സെറ്റാക്കുക. മറ്റൊന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ഫയൽ. ഓക്കെ, നിങ്ങളൊരു വീഡിയോ, നിങ്ങളാരാന്നും നിങ്ങളെ പേരും നിങ്ങൾക്ക് ഈ പണി താല്പര്യമുണ്ടെന്നും ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് ഒരു വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം. ഇതിന് 1,40,000 രൂപ ചിലവുണ്ട്. 1,40,000 ചിലവുണ്ട് ഈ വിസക്ക്. ഓക്കെ, മെഡിക്കൽ നിങ്ങളെടുക്കണം. പിന്നെ PVSൻ്റെ നിങ്ങൾ നോക്കണം. ബാക്കി
നിങ്ങളെ ടിക്കറ്റ് സ്റ്റാമ്പിങ് കാര്യങ്ങളെല്ലാം ഈ 1,40,000 ഉൾക്കൊള്ളിച്ചിട്ട് നമ്മൾ തരും. അത് ബോംബെയിൽ നിന്നായിരിക്കും ടിക്കറ്റ് ഉണ്ടാവുക. ഇൻ കേസ് കേരളത്തിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ചെയ്തുതരും. കേരളത്തിൽ നടന്നെങ്കിലും നമ്മൾ നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ടിക്കറ്റ് കേരളത്തിൽ നടന്ന് ആ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തുതരും. അല്ലാത്ത ആവശ്യം ബോംബെയിൽ നിന്നായിരിക്കും ടിക്കറ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ബോംബെ ഡൊമസ്റ്റിക് വഴി പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അഡീഷണൽ നിങ്ങൾ ആ സമയത്ത് പേ ചെയ്താൽ അത് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് തരും. അതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് തരും. നോ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 100% കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റൊരു രീതിയിൽ സംശയങ്ങളോ, ഞാൻ എല്ലാ കാര്യവും തുറന്നേ സംസാരിക്കുന്നു. ഞാൻ എന്താ അറിയാം, ഇപ്പോൾ ഒരു വീഡിയോയിൽ എനിക്ക് പറഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ സംശയം ചോദിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഓപ്പണായിട്ട് പറയുന്നത്. കാരണം നിങ്ങൾ ഓരോരോ ആൾക്കാർ മെസ്സേജ് ചെയ്ത് അതിനെത്ര അയക്കുക, ഇതെത്രയാവും, അതിനെന്താ വേണ്ടി, ഇതിനെന്താ വേണ്ടി, അന്ന് ചോദ്യം വേണ്ട. ഓക്കെ. കാരണം അത് വയ്യ, ഉത്തരം തന്ന് മടുത്തു. അപ്പോൾ അതാ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ഒരു ജോലി ആവശ്യത്തിനാണ്. അപ്പോൾ നിങ്ങളെ കാര്യം നടക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓക്കെ. എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ ഇതുപോലെ പറയാം. അതാണ് എനിക്ക് നല്ലത്, കേൾക്കുന്ന നിങ്ങൾക്കും അതാണ് നല്ലത്. ഈ നിലവിൽ കുവൈത്തിലേക്ക് പോകാനുള്ള ഈ വിസൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഓക്കെ. അപ്പം ഇതിൻ്റെ ആദ്യ പടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ CV ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നാൽ നമ്മൾ ഏത് കമ്പനിയിൽ നിന്നും നമുക്ക് ജോലി വന്നിട്ടുള്ളത് അവർക്ക് അയച്ചു കൊടുക്കും. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മളെ ഏജൻസി ചെന്നൈയിലാണ്. ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷന് നിങ്ങൾ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ വരെ പോകേണ്ട ആവശ്യമുണ്ടാവും. അത് ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ. മാക്സിമം ഓൺലൈനിൽ തന്നെ തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. എനിക്കറിയാം ചെന്നൈയിൽ പോക്കും വരുത്തും താമസമെല്ലാം പ്രശ്നമാണ്, എനിക്കറിയാം. ഓക്കെ. പക്ഷേങ്കിൽ ഇവിടുത്തെ റൂൾസ് പ്രകാരം വിസ നമുക്കിപ്പോൾ പഴയതുപോലെ കൈമിൽ കിട്ടുന്നില്ല. അത് ഏജൻസി ത്രൂ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ചെന്നൈയിലാണ് ഇപ്പോൾ നമ്മുടെ ഏജൻസി ഉള്ളത്. അപ്പോൾ ഇൻ കേസ് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷന് ചെന്നൈ വരെ പോകേണ്ടി വരും. അല്ലാത്ത പക്ഷം മാക്സിമം ഞാൻ ഓൺലൈനിൽ തന്നെ തരാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് കമ്പനി നിങ്ങൾക്ക് വീഡിയോ കോൾ കോൺഫറൻസ് തരും. കമ്പനീൻ്റെ ആൾക്കാർ നിങ്ങൾക്ക് ഡേറ്റ് നിന്ന് നിങ്ങൾ വീഡിയോ കോളിൽ കാര്യങ്ങൾ ഡയറക്റ്റ് കമ്പനിയെ സംസാരിച്ച് കമ്പനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയാൽ അടുത്ത മൂമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ എടുക്കുക എന്നുള്ളത്. മെഡിക്കൽ എടുക്കുക. മെഡിക്കൽ നിങ്ങൾ ഫിറ്റായാൽ, മെഡിക്കൽ പാസ്സായാൽ ഇവിടെ നമുക്ക് ഒരു അഡ്വാൻസ് എമൗണ്ട് ഉണ്ട്. ആ അഡ്വാൻസ് എമൗണ്ട് നമുക്ക് നൽകണം. അത് നൽകിയാൽ മാത്രമേ അടുത്ത പ്രോസസ്സ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകൂ. കാരണം നിങ്ങൾ മെഡിക്കൽ പാസ്സായി നിങ്ങൾ പ്രോസസ്സും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട്. പിന്നെ പാതി വയ്യൽ വെച്ചിട്ട് നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾക്ക് വരാൻ താല്പര്യമില്ല, വേറെ ജോലി കിട്ടിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് നട്ട്, അങ്ങനെ പല ആൾക്കാരും നമുക്ക് നല്ലപോലെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അഡ്വാൻസ് എമൗണ്ട് തന്നാലേ മെഡിക്കൽ പാസ്സായതിനു ശേഷം അഡ്വാൻസ് എമൗണ്ട് തന്നാൽ മാത്രമേ അടുത്ത പ്രോസസ്സിലേക്ക് കാര്യങ്ങൾ പോകും. ഓക്കെ. അപ്പം മെഡിക്കൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കണമെന്ന് വെച്ചാൽ നിങ്ങളെ പാസ്പോർട്ട് നമ്മൾ തരുന്ന കൊറിയർ അഡ്രസ്സിൽ ജസ്റ്റ് ഒന്ന് കൊറിയർ അയക്കുക. ഓക്കെ. ബാങ്ക് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ചെയ്യുക, അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുക. ബാക്കി പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വിസയിലെ സ്റ്റാമ്പിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങളെ വിസയും ടിക്കറ്റും നിങ്ങളെ കയ്യിൽ വരുമ്പോൾ ബാക്കി എമൗണ്ട് നിങ്ങൾ തരിക. പിന്നെ നിങ്ങൾ യാത്ര പോകുക. ദാറ്റ്സ് ഇറ്റ്. 2 കൊല്ലത്തെ അഗ്രിമെൻറ്റ്, എത്ര കൊല്ലത്തെ അഗ്രിമെൻറ്റാണ് അഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ തരും. ഓക്കെ. പറഞ്ഞ പണി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. ആ ഒരു പ്രോസസ്സാണ്. വിശ്വാസമുള്ള ആൾക്കാർ എന്താക്കുക, ആവശ്യമുള്ള ആൾക്കാർ മാത്രം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് തരുമെങ്കിൽ മാത്രമേ ഞാൻ റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ വെറുതെ കുറേ ഫോട്ടോ അയച്ചിട്ട് കുറേ ഡീറ്റെയിൽസ് അയച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ടുള്ള
ഫോളോ അപ്പിങ്ങിന് മാത്രമേ പരിഗണന കിട്ടൂ, അല്ലാത്ത വശം പരിഗണന ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.